തമിഴ്നാട് സേലത്തു നിന്നും ഇരിട്ടിയിലെത്തിയ ശരവണനും കുടുംബത്തിനും ഈ കടവരാന്തിയാണ് ആശ്രയം. രാത്രിയും പകലും ശരവണനും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളും ഉൾപ്പെടെ ഇവിടെയാണ് കഴിയുന്നത്. 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ദുർഗാഷ്ടിയും സഹോദരൻ സന്തോഷും പഠനത്തിലെ നേട്ടത്തിന്റെ സന്തോഷത്തിലാണ്. കടവരാന്തിയിൽ രാവും പകലും കുട്ടികൾക്ക് കാവലായിരിക്കുന്നത് പോളിയോ ബാധിതനായ അച്ഛൻ ശരവണനാണ്. അപകടത്തിൽ പരിക്കേറ്റതും ഒപ്പം ആസ്മ രോഗബാധിതയായ ഭാര്യ ശശികല വീടുകളിലും ബസ്സുകളിലും ഭിക്ഷയയച്ചാണ് കുടുംബം മുന്നോട്ട് നയിക്കുന്നത്. നാട്ടുകാരിയായ ശാന്തിയും ഇവർക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സേലമാണ് ഇവരുടെ സ്വദേശം. ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ചെറിയ വീടാണ് നാട്ടിലെ ഏക ആശ്രയം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇരട്ടക്കുട്ടികൾ പഠനത്തിൽ 1ാം സ്ഥാനക്കാരാണ്. സ്കൂളുകൾ തുറക്കുന്നതോടെ കുട്ടികളുമായി ശരവണൻ നാട്ടിലേക്ക് മടങ്ങും. ശശികല ഇവിടെ തുടർന്ന് മക്കളുടെ പഠനത്തിനായുള്ള വഴികൾ തേടാനാണ് തീരുമാനം. കുറച്ച് ഒരു 10 days കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ 1 പോകും. സ്കൂൾ ഓപ്പൺ ആയില്ല പോകും. അവിടെ വീട് ഷെഡ് പോലെയാണ്. ഷെഡ് മാത്രമുണ്ട്. ചേച്ചിത്തൊക്കെ കറങ്ങണ പോയി. അത് എന്താ പറയാ, അത് പിരിവെടുത്തുകൊണ്ട് കുട്ടികള് ഭർത്താവും ഭാര്യ എല്ലാം നോക്കും. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കായി പുതിയ നോട്ട് ബുക്കുകളും ബാഗും യൂണിഫോമും വാങ്ങേണ്ടതിന്റെ ആശങ്കയും കുടുംബത്തിനുണ്ട്. ഒരു വർഷം നമ്മള് ഒരാള് ജീവിച്ചിട്ട് മക്കളെ പോട്ടിട്ട് പഠിക്ക വെച്ചിട്ട് ബുക്കൊന്നും വാങ്ങി കൊടുത്തിട്ട് ബാഗ് വാങ്ങി കൊടുത്തിട്ട് നമ്മളെ ഒന്നും മുടിയില്ല. നമ്മള് ഒരാൾ പൈസ എടുത്തിട്ട് ഒന്നും മുടിയില്ല. காலில் வேதனை அது அதிகாரிங்க ஒன்று தலையில பாரமா இருக்கு, ஒன்றும் முடியலனால விழுந்துட்டு தலை பொட்டி தாய் போய் பஸ்ல ஆட்டோல போகலாம். தாய் வந்துட்டு மாட்டோம் ரோடு கலாச்சி பண்ணலாம். வண்டி விட்டு நைட்ல 10 மணிக்கு விட்டுட்டு போயிட்டான். அப்படியே விழுந்துட்டு உள்ள அடிச்சு சப்புறு மண்டை அடிச்சுட்டு பொட்டிக்கல மண்டை 2ஆம் வட்டியில தைலிட்டு தான் கொஞ்சம் காயமா இருக்கும். உள்ளுக்காயெல்லாம் மண் குறை കഴിക്കണം. കഴിച്ചதான் ஒன்றும் முடியல. കുട്ടികളെ ഇപ്പഴാണ് ഇവർ അവധിയിൽ വന്നിട്ടുണ്ട്. സ്കൂൾ അവിടെ ഉണ്ടാവും. കുട്ടികളുണ്ട് ഇവിടെ ഉണ്ടാവില്ല. കുട്ടി അവിടെ ഉണ്ടാവില്ല. കുട്ടി അവിടെ ഉണ്ടാവും. കുട്ടികളെ ഫസ്റ്റ് പഠിക്കണം. നല്ല പഠിക്കണം കുട്ടികളെ കുഴപ്പമില്ല. കുട്ടികളെ നമ്മൾ ചെയ്താൽ കുട്ടി നല്ല പഠിക്കണം. കടവരാന്തിയിലെ രാത്രികൾ പലപ്പോഴും തെരുവ് നായ്ക്കളുടെ ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നിരുന്നാലും ദൈവവിശ്വാസത്തിലും നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയിലുമാണ് ഈ കുടുംബം ജീവിക്കുന്നത്. പേടിയുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, ദൈവത്തിന്മേലെ പാറത്ത് വെച്ചിട്ട് കടന്നാൽ മതി. ദൈവം ഉണ്ട് നോക്കാം. നമ്മൾ കടന്നു ഉറങ്ങണം, ദൈവം നോക്കിയിട്ട് അങ്ങനെ നനച്ചിട്ട് കിടക്കണം. ഞങ്ങളൊക്കെ കാണുമ്പോൾ രാത്രി പട്ടികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോ വരും, പക്ഷേ ഡേ ഇങ്ങനെ വിളിച്ചെങ്കിൽ പോവാ. പിന്നെ വേറെ എന്ത് ചെയ്യല. ഇത് നമ്മളോട് വിശ്വാസത്തിലുണ്ട്, സ്നേഹത്തിലുണ്ട്. അത് നമ്മളൊന്നും ചെയ്യും. തമിഴ്നാട്ടിൽ നടൻ വിജയ് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നതോടെ ഒരു നാൾ സ്വന്തം വീടെന്ന സ്വപ്നം സഫലമാകുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു. അവിടെ മുഖ്യമന്ത്രി വിജയ് ആണല്ലോ, പ്രതീക്ഷയുണ്ടോ? ഇപ്പൊ തന്നെ ഒരു പദവി ഇരിക്കണ്. ഇനി ഒരു 2-3 മാസം കഴിയണം. ഒരു എല്ലാ സഹായവും ചെയ്യാൻ 3-4 മാസം കഴിയണം. പിന്നെ തന്നെ എല്ലാത്തിലും കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. വീടൊക്കെ കിട്ടും. നല്ല പ്രതീക്ഷയാണല്ലേ. നല്ല ആള്, പൈസ ഉള്ള ആൾക്കാരാ, നല്ല ഉള്ള ആള്. വേറെ എന്തോ ഒരു പെടിയില്ല. പക്ഷേ ഇന്നും ഒരു 4-5 മാസം പോകണം. പിന്നെ അതുക്ക് പിന്നെതാ വിജയം നോക്കാൻ പറ്റും. നാട്ടിൽ സ്ഥലമുണ്ടെങ്കിലും ചെറിയൊരു കൂര മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ മുഖ്യമന്ത്രി വിജയ് ആയതോടെ നല്ല പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇവരെയും കൈവിടില്ല എന്ന ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. ഇരിട്ടിയിൽ നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്.